മൂന്നാറിൽ ജനവാസ മേഖലയ്ക്ക് സമീപം കാട്ടുകൊമ്പൻ ഇറങ്ങി. കല്ലാർ നല്ല തണ്ണി മേഖലയിലാണ് വിരിഞ്ഞ കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. ജെയിനിസ് രാജു ചേരുന്നുണ്ട് വിശദവിവരങ്ങളുമായി. ജെയിൻ, ഗുഡ് മോർണിംഗ്. ഈ കാട്ടുകൊമ്പൻ ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ? കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? നമുക്ക് നിലവിൽ ജനവാസ മേഖലയ്ക്ക് സമീപത്ത് തന്നെയാണ് ഈ കാട്ടാന ഉള്ളത്. സാധാരണ മൂന്നാറിൽ സ്ഥിരമായുള്ള കാട്ടാനകൾ കാട്ടുകൊമ്പന്മാരിൽ പെട്ട ആളല്ല ഈ വിരിഞ്ഞ കൊമ്പൻ എന്ന ആളുകൾ വിളിക്കുന്ന ആന. മാങ്കുളം ഭാഗത്തു നിന്നൊക്കെ ചില സമയത്ത് കയറി വരുന്ന, അല്ലെങ്കിൽ മലയാറ്റൂർ റിസർവിൽ നിന്ന് കയറി വരുന്ന ചില ആനകളുണ്ട്. ആ ആനകളിൽപ്പെട്ട ഒരു കാട്ടുകൊമ്പനാണ് ഈ വിരിഞ്ഞ കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഈ കാട്ടാന. കഴിഞ്ഞ 2-3 ദിവസമായി കല്ലാർ മേഖലയിലാണുള്ളത്. ഇവിടെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൽ അകത്ത് പലപ്പോഴും കാട്ടാനകൾ വരുന്നതാണ്, പച്ചക്കറി മാലിന്യങ്ങളും മറ്റും കഴിക്കുന്നതിനായി. ആ മാലിന്യ പ്ലാന്റിൽ കഴിഞ്ഞ ദിവസം ഈ കാട്ടാന എത്തിയിരുന്നു. ഇന്നലെ ഇപ്പോൾ നല്ല തന്നെ മേഖലയിലാണ് ഈ കാട്ടാനയുള്ളത്. അവിടെ തോട്ടം തൊഴിലാളികളുടെ അടുക്കളത്തോട്ടമൊക്കെ നശിപ്പിച്ചു എന്ന പരാതി എന്തായാലും ഉയരുന്നുണ്ട്. എന്തായാലും നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വെള്ളത്തിലൂടെ ഈ കാട്ടുകൊമ്പൻ നടന്നു നീങ്ങുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വനംവകുപ്പ് മുഴുവൻ സമയവും ഈ ആനയെ നിരീക്ഷിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, ജെയിനിസ് രാജുവാണ് വിശദവിവരങ്ങൾ നൽകിയത്. കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ വിരിഞ്ഞ കൊമ്പൻ നടന്നു വരുന്ന കാഴ്ച തന്നെ ഗംഭീരമാണ്. പക്ഷേ ഈ ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണ്. നാട്ടിലേക്ക് വരുമ്പോൾ അത് ഏത് തരത്തിൽ പ്രതികരിക്കും, എങ്ങനെയായിരിക്കും, ഉപദ്രവിക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ലല്ലോ.